നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു സിനിമയെ വെല്ലുന്ന ദുരൂഹതകളുടെ ചുരുളഴിയുകയാണ് ചെങ്ങന്നൂരിലെ യേശുദാസിന്റെ മരണത്തിൽ. ആ സ്വത്തുക്കൾക്ക് വേണ്ടി, ആ വലിയ 2 നില കൊട്ടാരത്തിനു വേണ്ടി, അല്ലെങ്കിൽ ആ 2 നില വീടിനു വേണ്ടി ഒരു വീട്ടുജോലിക്കാരി ഇപ്പോഴും ആ വീടിനകത്ത് തമ്പടിച്ചിരിക്കുകയാണ്. താൻ ഇത്രയും നാളും ചെയ്ത ജോലിയുടെ കൂലി പൂർണ്ണമായും കിട്ടാതെ ആ വീടിൽ നിന്നും ഒരടി പോലും എടുത്ത് മുന്നോട്ട് വെക്കില്ല എന്ന ശാഠ്യം പിടിച്ചിരിക്കുകയാണ്. ആ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ 2 വർഷം കൊണ്ട് നടത്തിയ പ്ലാനിങ് അത് നടന്നോ എന്നാണ് ചോദ്യം. മരുമകൾ ലീനയുടെ ആരോപണങ്ങൾ കേട്ടാൽ ആരുമൊന്ന് ഞെട്ടിപ്പോവും. പള്ളിക്കല്ലറയിൽ ഉറങ്ങുകയായിരുന്ന യേശുദാസിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തതോടുകൂടി കേസ് പുതിയ വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത്. സഹോദരൻ ഗബ്രിയേലിനെതിരെയാണ് കുടുംബം വിരൽ ചൂണ്ടുന്നത്. 2 വർഷം മുമ്പേ തയ്യാറാക്കിയ മരണക്കെണി എന്ന ആക്ഷേപം അടക്കം ഉയരുന്നുണ്ട്. മരുമകൾ ലീനയുടെ ആരോപണങ്ങൾ തികച്ചും ഗൗരവമുള്ളത് തന്നെയാണ്. മരുന്നുകൾക്ക് ഡോസ് കൂട്ടി നൽകിയോ അതോ ഭക്ഷണത്തിൽ മെല്ലെ മെല്ലെ വിഷം കലർത്തി നൽകിയോ എന്ന് ഇവർ സംശയിക്കുന്നുണ്ട്. മകളും മരുമകളും വിദേശത്തായ സാഹചര്യം മുതലെടുത്ത് ഗബ്രിയേൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഹോം നഴ്സിനെ വീട്ടിൽ നിയമിച്ചു. ഈ നഴ്സിന്റെ പെരുമാറ്റം തുടക്കം മുതലേ ദുരൂഹമായിരുന്നുവെന്നാണ് പരാതി. സ്വന്തം മകളെയും മരുമകളെയും പോലും വീട്ടിൽ കയറ്റാത്ത നിലയിലായിരുന്നു ഹോം നഴ്സിന്റെ പെരുമാറ്റം. അതൊക്കെ പറയാൻ, ഞങ്ങളെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പണ്ടേ പറഞ്ഞുറപ്പിച്ച കാര്യമാണെന്നായിരുന്നു നഴ്സിന്റെ മറു ഉത്തരം. എന്തായാലും അയൽവാസികൾ അടക്കമുള്ളവർക്കും ഇതിൽ പല സംശയങ്ങളുമുണ്ട്. സധൈര്യം അവർ മുന്നോട്ട് വന്ന് അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. യേശുദാസിന്റെ സ്വത്തുക്കൾ തന്റെ പേരിലാക്കി ആധാരം രജിസ്റ്റർ ചെയ്ത് കൃത്യം 90-ാം ദിവസമാണ് മരണം സംഭവിക്കുന്നത്. ഈ ആധാരത്തിൽ സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നത് വീട്ടിലെ വേലക്കാരിയാണ് എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. യേശുദാസിന്റെ മരണം സംഭവിച്ച ഉടൻ തന്നെ ആശുപത്രിയെ തെറ്റിദ്ധരിപ്പിക്കാനും മൃതദേഹം വേഗത്തിൽ സംസ്കരിക്കാനും ഗബ്രിയേൽ നീക്കം നടത്തിയെന്ന് ബന്ധുവായ ശോശാമ ആരോപിക്കുന്നുണ്ട്. മക്കളും മരുമക്കളും വിദേശത്ത് നിന്ന് എത്തുന്നതുവരെ പോലും കാത്തു നിൽക്കാൻ ഗബ്രിയേൽ തയ്യാറായില്ല. പിറ്റേ ദിവസം തന്നെ അടക്കം നടത്താൻ ധൃതി കാണിച്ചത് തെളിവുകൾ നശിപ്പിക്കാനാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ടെന്നാണ് ശോശാമ പറയുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് യേശുദാസിന്റെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തത്. മാർച്ച് 20-നായിരുന്നു യേശുദാസിന്റെ മരണം. ആന്തരിക അവയവങ്ങളുടെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ലീനയുടെ പരാതിയിലാണ് യേശുദാസിന്റെ കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഗബ്രിയേൽ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നും ഇവർ ആരോപിച്ചിരുന്നു. യേശുദാസിന്റെ പേരിലുള്ള സ്വത്ത് സഹോദരന്റെ പേരിലാക്കി ആധാരം രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിനിടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. മരണത്തിന് പിന്നാലെ സഹോദരങ്ങൾ തങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും ഒരു ആധാരത്തിൽ വീട്ടുജോലിക്കാരിയാണ് സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നതെന്നും ഇവർ പറയുന്നുണ്ട്. മരണസമയത്ത് യേശുദാസൻ ഛർദ്ദിച്ചത് അവശനിലയിലാവുകയായിരുന്നുവെന്നും ശരീരം കടും നീല നിറത്തിലായിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. മാത്രമല്ല, യേശുദാസിനെ ആശുപത്രിയിൽ കൊണ്ടുപോയതൊന്നും തന്നെയോ വിദേശത്തുള്ള മകളെയോ മറ്റു ബന്ധുക്കളെയോ അറിയിച്ചിരുന്നില്ലെന്നും ലീന പറയുകയാണ്. വീട്ടുജോലിക്കാരി ഉണ്ടാക്കി നൽകിയ കേക്ക് കഴിച്ചതിന് ശേഷമാണ് യേശുദാസൻ അവശനിലയിലായതെന്നാണ് മരുമകളുടെ ആരോപണം. വിഷം ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചതെന്ന സംശയമുണ്ട്. ഇവർ പറയുന്നു, യേശുദാസിന് ഒരു മകനും ഒരു മകളുമാണുള്ളത്. മകൻ 2017-ൽ മരിച്ചു. മകൾ UK-യിലാണ്. പിതാവിന്റെ മരണത്തിൽ UK-യിലുള്ള മകൾക്കും പരാതി ഉണ്ടെന്നാണ് മരുമകളായ ലീന മാധ്യമങ്ങളോട് പറഞ്ഞത്. തുടർന്നാണ് ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകിയതെന്നും ഇവർ വ്യക്തമാക്കി. ലീന പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത്, ചെറുമക്കളുടെ പേരിലാണ് ആദ്യമേ ഈ സ്വത്ത് എഴുതി വെച്ചിരുന്നത് എന്നുള്ളത്. അത് ലീന മാത്രമല്ല, അയൽവക്കക്കാരും പറയുന്നുണ്ട്. തങ്ങളോടും പറയുമായിരുന്നു ഇത്തരത്തിൽ ചെറുമക്കൾക്കാണ് സ്വത്ത്. പിന്നെ ഗബ്രിയേലിനെ വീട്ടിൽ കയറ്റരുത്, അവൻ തന്നെ കൊല്ലുമെന്ന് ആവർത്തിച്ച് യേശുദാസ് പറഞ്ഞിട്ടുണ്ടെന്നും അയൽവക്കക്കാർ പറയുന്നുണ്ട്. സധൈര്യം അവർ മുന്നോട്ട് വന്ന ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ കാണിക്കുന്നൊരു മനസ്സ് തന്നെ ഈ കൊലപാതകമാണോ മരണമാണോ എന്നുള്ള തെളിയിക്കാൻ അത് സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഗബ്രിയേൽ ഈ വിശദീകരണത്തിലോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾക്കോ ഒന്നും തന്നെ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നും വ്യക്തമാവുകയാണ്. മെല്ലെ മെല്ലെ കൊന്നതാണോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് തീർത്തതാണോ എന്നുള്ളതാണ്. മലയാളത്തിൽ പണ്ടൊരു സിനിമ, ജയസൂര്യ അഭിനയിച്ചൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. അതിൽ കിടപ്പ് രോഗിയായ ജയസൂര്യ വലിയ സ്വത്തിന്റെ ഉടമയാണ്.
പതിയെ പതിയെ വീട്ടിലെത്തിയ ഏറ്റവും അടുത്ത ബന്ധുവും വീട്ടിലെ ആ നഴ്സും ചേർന്നാണ്, ഹോം നഴ്സും ചേർന്നാണ് ജയസൂര്യയെ കൊല്ലുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളത്. അതുപോലെയാണോ ഇവിടെയും നടന്നത് എന്നാണ് കാണേണ്ടത്. ലീന പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് സ്വത്തൊന്നും വേണ്ട, പക്ഷേ ഇത്തരത്തിലൊരു സ്വത്തിന് വേണ്ടി തൻ്റെ ഈ ഭർത്തൃപിതാവിനെ കൊല്ലാൻ പോലും മടിക്കാത്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് താൻ ഇത്രയും ഫൈറ്റ് ചെയ്യുന്നത് എന്നാണ് ലീന പറയുന്നത്. തീർച്ചയായും അത്തരം ഫൈറ്റുകൾ വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം.